അമ്മോ നിന്നെ വല്യമ്മാവൻ വിളിക്കുന്നു ചെല്ല്. ജോലി ചെയ്ത് തന്നെ നിൽക്കുന്ന രണ്ടുപേരാണെങ്കിൽ റെസ്പെക്ട് ചെയ്തത് അങ്ങനെ നിൽക്കുന്നവരല്ല. നിന്റെയൊക്കെ വീട്ടിലോട്ട് പോലും കേട്ടത്തോളമാരാ. നീ നോക്കിക്കോ, എനിക്ക് പണി വേറെ കിട്ടും. കിട്ടും. വളരെ മാന്യമായിട്ടാണോ ലക്ഷ്മി സംസാരിച്ചിരിക്കുന്നത്? നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കേട്ടില്ല. അത് 100 രൂപയ്ക്കാൻ വേണ്ടി ഞാനിപ്പോ വന്നത്. എന്താണ് നിങ്ങൾ പറഞ്ഞത്? ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ? ദ്രോഹിക്കാനായിട്ട് തന്നെ വന്ന് കയറിയിരിക്കുക നശൂലം. സമൂഹത്തില് ഒരു വിലയില്ലാത്ത ആൾക്കാർ ആരാണ് എന്ന് പറയൂ. ആരെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? തിളച്ച എണ്ണ വീണ പരിപ്പുകളുടെ അവസ്ഥ എന്റേത്. വിഷപ്പാമ്പുകളെല്ലാം നോവിച്ചു വിട്ടിരിക്കുന്നത്. കണ്ടപ്പോ എനിക്ക് വ്യക്തമായി സാർ, ഇത് ആദിലെ നൂറെ ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാണെന്ന് എനിക്ക് വ്യക്തമായി. മനസാക്ഷിയുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ഇല്ലടി, എന്റെ മനസ്സിന്റെ സ്ഥാനത്ത് മയിൽക്കുറ്റിയാ ഞാനതൊക്കെ സഹിച്ചു. അന്ന് ഫാക്ടറിയിൽ വെച്ചിട്ട് ലൈക്ക് ഒരു വാക്ക് തർക്കം ആദിലെയും മസ്താനി ഉണ്ടായപ്പം തന്നെ മസ്താനി പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ അത് നിന്നെ പോയി മാറ്റുക എന്നുള്ളത്. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയി എന്ന് പറഞ്ഞ പോലായി നമ്മുടെ അവസ്ഥ. പുള്ളിക്കാരിക്ക് ഗെയിം ടാസ്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ കൂടെ അതിന് നീ അത് നിന്നെ പോയി മാറ്റും എന്നല്ലല്ലോ പറയേണ്ടത്. ഞാനൊരു കാര്യം പറയട്ടെ, ആർക്കും എന്നോട് എന്തും തുറന്നടിക്കാം. അടിക്കാതെ അടിക്കണം. ലക്ഷ്മിക്ക് എന്താ പറയാനുള്ളത് കേക്കട്ടെ. ലെസ്ബിയൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. എനിക്ക് ഇഷ്ടമില്ലാത്ത കണ്ടാൽ ഞാൻ തുറന്നു പറയും. ആരെന്ത് വിചാരിച്ചാലും എനിക്കൊരു ചുക്കുമില്ല. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും. നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്താ? അവര് ഞാൻ ജോലി പറഞ്ഞത്. അവര് ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ? നിങ്ങളുടെ ചെലവിൽ ജീവിക്കുന്ന ആളാണോ? നീ ആരാണ് ഇവരാവനെ കുറിച്ച് പറയാനായിട്ട്? ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവര് മറ്റേ എന്റെ വീട്ടിൽ വന്നോട്ടെ. നിന്റെ എന്റെയൊക്കെ മനസ്സ് ശുദ്ധ, അതുകൊണ്ടാ നമുക്കൊക്കെ ഇങ്ങനെ തോന്നുന്നത്. എന്താണിത്? ഏത് സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ പുറത്തൊക്കെ ജീവിച്ച ആളല്ലേ? നിങ്ങൾ ഏത് സമൂഹത്തിലാണ്? നീ നിനക്ക് ഇഷ്ടമുള്ള ജീവിക്കാർമാനെ, മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ. മസ്താനി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ഇറക്കി വിടും, ഞാൻ എന്റെ ഫാമിലിയിൽ കേട്ടില്ലാന്ന്. സാറിന് പോരാല്ല. ആ സ്റ്റേറ്റ്മെന്റ് അല്ല ഞാൻ പറഞ്ഞത്. ഞാനും ആക്ച്വലി ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യമില്ല. അല്ല, അത് അവര് പറയുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാ എന്റെ നാക്കിന് നീളം പോരാന്നുള്ളതാ. ഞാൻ അഭിചേട്ടനോട് പറഞ്ഞൊരു കാര്യം. നിങ്ങളുടെ താല്പര്യം അതെങ്ങനെയാണോ? എന്റെ പേഴ്സണൽ മതി, അധികം നികളിക്കണ്ട. ഒരുമാതിരി വില്ല് വെച്ച വർത്താനം പറഞ്ഞാണല്ലോ ആറ്റിച്ച് ചെവിക്കല്യാൻ പൊട്ടി. ഏതായാലും നാറ്റക്കേസായി. ഇനി കൂടുതൽ നാണക്കേട് ഉണ്ടാകുന്നതിന് മുമ്പ് ഇതിനൊരു പരിഹാരം കണ്ടേ ഒക്കും. നിങ്ങളുടെ താല്പര്യം നിങ്ങൾ മാത്രമാണ്, നിക്ഷിപ്തമാണ്. നിങ്ങളുടെ സൗകര്യത്തിന് ജീവിക്കാൻ മറ്റൊരാളെ നിങ്ങൾ പ്രേരിപ്പിക്കരുത്. മനുഷ്യന്റെ സൗകര്യം കിടത്താൻ തുടങ്ങിയിട്ട് പോട്ടോന്ന് വിചാരിക്കും തോറും അഹമ്മതി കൂടി വരിക. ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രോബ്ലം ഇല്ലല്ലോ. നിങ്ങൾ എന്ത് മോശമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്? നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്കിതൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല, പക്ഷേ ഇത്തിരി സംസ്കാരം ഉണ്ടായി പോയി. മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം? അവർക്ക് എല്ലാവർക്കും എന്നെ ഭയങ്കര കാര്യം. പിന്നെ നിനക്ക് മാത്രം എന്നോട് ഇത്ര ചൊറിച്ചില് കാണുന്നതല്ലേ നിങ്ങളുടെ അമ്മയും മകളും? അപ്പൊ നിന്റെയൊക്കെ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്തതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? എനിക്കിത് നോർമലൈസ് ചെയ്യുന്നതിനോട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് സാധാരണക്കാരനല്ലെന്ന് മറ്റുള്ളവരെ തോന്നിക്കാൻ ഇതാണ് പറ്റിയ മാർഗം.